ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ദളപതി 69 ഭഗവത് കേശരിയും തമ്മിൽ എന്താണ് ബന്ധമെന്നതും അതിൻ്റെ പിന്നിലുള്ള ആ രഹസ്യവുമാണ്. എല്ലാവരും കേൾക്കേണ്ട ഒരു ന്യൂസാണ്. ഫുള്ളായിട്ട് കാണണം, എന്നാലേ എന്താ കാര്യമെന്ന് വ്യക്തമാകുള്ളൂ. അതുപോലെ നാളെ അപ്ഡേറ്റ് ഉണ്ടോ, ഇനി എപ്പോഴാണ് അപ്ഡേറ്റ് എന്ന സത്യാവസ്ഥയൊക്കെ നമുക്ക് നോക്കാം. വീഡിയോട്ട് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പറയാം. ഈയിടയ്ക്ക് വിജയും അമരൻ ഡയറക്ടറൊക്കെ മീറ്റ് ചെയ്തപ്പോൾ അതിൽ വിജയ് ഇട്ടൊരു ഷർട്ട് വൻ ട്രെൻഡിങ് ആയിരുന്നു. അതുപോലുള്ള ഷർട്ട്സ് നമ്മൾ പ്രൊഡക്റ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ളവർക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ കണ്ടന്റിലായിട്ട് പോകാം. നാളെ വിജയിസം ഡേ ആണല്ലോ. സാധാരണ മൂവി അപ്ഡേറ്റ്സ് ഒക്കെ വരാറുണ്ട്, പക്ഷെ എല്ലാ പടത്തിനും ഇങ്ങനെ അപ്ഡേറ്റ് തരാറില്ല. ഇനി വലിയ വലിയ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഇന്ന് അറിയിക്കും, അല്ലാതെ പക്ഷം നോ അപ്ഡേറ്റ് ആണ്. നാളെ വല്ല വിഷസൂടെ കിട്ടിയാൽ അത്രയും ഭാഗ്യം. അപ്പോൾ അപ്ഡേറ്റ് എന്തായാലും ഡിസംബർ 31 ആയിരിക്കും. ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് പടത്തിൻ്റെ ടൈറ്റിലും ലുക്ക് പോസ്റ്ററും റിലീസാക്കുന്നുണ്ടാവും. ഭാഗ്യമുണ്ടെങ്കിൽ 2 പോസ്റ്ററും കിട്ടുന്നതായിരിക്കും. എന്തായാലും അന്ന് അപ്ഡേറ്റ്സ് കൺഫേം ആണ്. പക്ഷേ ഈ ഒരു ടെംപ്ലേറ്റിൽ കൊണ്ടുപോകാതെ ലിയോക്കെ പോലെ കുറച്ച് വെറൈറ്റി അപ്ഡേറ്റ്സ് ഒക്കെ തന്നാലേ ഒരു ഓളമുള്ളൂ. ഈ ടൈറ്റിൽ വീഡിയോ ഒക്കെ അതുപോലെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റികൾ സാധനങ്ങളൊക്കെ വേണം. എന്തായാലും നാളെ അപ്ഡേറ്റ് ചാൻസ് കുറവാണ്. ഫസ്റ്റ് ലുക്ക് ന്യൂ ഇയർ ടൈമിൽ വരുള്ളൂ. കാത്തിരിക്കാം. അടുത്തൊരു കാര്യം, ദളപതി 69 തുടക്കം തൊട്ടേ ഒരു പൊളിറ്റിക്കൽ സബ്ജക്റ്റ് ആണ് എന്നതിന് ന്യൂസുകളൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഇടയ്ക്ക് വെച്ച് അത് മാറി. ഭഗവത് കേശർ റീമേക്ക് എന്ന് പറഞ്ഞ് എവിടെ നോക്കിയാലും ആ ദുരന്ത ന്യൂസാണ് ഉണ്ടായിരുന്നത്. ഫാൻസുകാർ തന്നെ ഡയറക്ടറിനെ മാറ്റി ഈ പടം ഡ്രോപ്പ് ചെയ്ത് വേറെ പടം ചെയ്യുന്നൊക്കെ പറഞ്ഞ് വൻ അടിയാണ് സോഷ്യൽ മീഡിയയിൽ. ശരിക്കും ഈ ഒരു പടവും ദളപതി 69 തമ്മിൽ എന്താണ് ബന്ധം എന്നത് നമുക്കറിയണ്ടേ. ശരിക്കും ഇത് റീമേക്ക് ആണോ എന്ന് ചോദിച്ചാൽ 100% അല്ല, 200% ആ പടത്തിൻ്റെ റീമേക്കോ അഡോപ്ഷനോ ഇൻസ്പിറേഷനോ ഒരു തേങ്ങയുമല്ല എന്നതാണ് സത്യാവസ്ഥ. പക്ഷെ എന്തുകൊണ്ടാണ് ഈ റൂമർ വരാൻ കാരണമെന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഒന്നുമില്ലാണ്ട് ഇങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. റൂമർ വരാൻ കാരണം ദളപതി 69 പ്രൊഡ്യൂസർ, അതായത് കെവിൻ പ്രൊഡക്ഷൻ, ഈ പടത്തിൻ്റെ ഭഗവത് കേശരി എന്ന പടത്തിൻ്റെ റൈറ്റ്സ് വാങ്ങിയിട്ടുണ്ട്. അത് നേരായ ഒരു കാര്യമാണ് റൈറ്റ്സ് മേടിച്ചത്. അതുകൊണ്ടാണ് റൂമേഴ്സ് വരാൻ കാരണം. എന്തിനാണ് റൈറ്റ്സ് മേടിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും ഇഷ്യൂ വരാതിരിക്കാനാണ്. കാരണം ആ പടത്തിൻ്റെ ഒരു പർട്ടിക്കുലർ സംഭവം നമ്മുടെ ദളപതി 69 ആ പടമായിട്ട് ഒരേപോലെ തോന്നിയേക്കാൻ ചില സീൻസ്. ഇനി കോപ്പിയടി എന്ന് പറയാതിരിക്കാൻ ഒഫീഷ്യൽ റൈറ്റ്സ് മേടിച്ചതാണ്. 5% പോലും ഇല്ലാത്ത കുറച്ച് സീനാണ് ഈ റൈറ്റ്സ് മേടിച്ചിരിക്കുന്നത്. അറിയാൻ കഴിയുന്ന സ്ഥിതിക്ക് ഭഗവത് കേശരി മൂവിയിൽ ബാലയ്യ ജയിലിലായിരിക്കുമല്ലോ ഫസ്റ്റ്. പിന്നെ അവിടുത്തെ പോലീസ് ഓഫീസറായിട്ട് നല്ലൊരു ബന്ധമുള്ളത് കൊണ്ട് അയാളുടെ മരണത്തിന് ശേഷം അയാളുടെ മകളെ ബാലയെ എടുത്തു വളർത്തുമല്ലോ. ആ ഒരു കാര്യം മാത്രമാണ് എടുത്തിരിക്കുന്നത് എന്നാണ് അറിഞ്ഞത്. അല്ലാണ്ട് റീമേക്കൊന്നും അല്ല. ആ പടത്തിൻ്റെ കഥയായിട്ട് ഒരു ബന്ധവുമില്ല. ദളപതി 69 ഒരു പക്കാ പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. വിജയ് പൊളിറ്റിക്സിൽ വരുന്നതിന് മുമ്പ് എന്തൊക്കെയാണോ ഉദ്ദേശിക്കുന്നത് അതാണ് ഈ പടം. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാ വിജയ് ഫാൻസും അറിയേണ്ടതാണ്. തീർച്ചയായും ഷെയർ ചെയ്യുക. അതുപോലെ ലൈക്കും ഷെയർ ബട്ടൺ അടിയിടുക. സൈഡിൽ സബ്സ്ക്രൈബ് ബട്ടൺ ബെൽ ബട്ടൺ ഒക്കെ കൊള്ളായിരുന്നു. ഇന്നവരെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.